എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 2-3 ബ്രെഡൊക്കെ എടുക്കാവുന്നതാണ്. ഈ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ബ്രെഡ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ബ്രെഡ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു 4 മുട്ട ഞാനിവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കുരുവും വെള്ളവും ഒക്കെ കളഞ്ഞിട്ട് നമ്മുടെ കട്ടിയുള്ള ഭാഗം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം, മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ആണെങ്കിലും തക്കാളി ആണെങ്കിലും നമുക്കൊന്ന് നല്ലപോലെ കുക്കായിട്ട് കിട്ടണം. ഓവറായിട്ട് നിങ്ങൾ വരണ്ട് പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മൊരിയിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് സമയം എടുക്കും നമ്മുടെ ഈ മുട്ടയൊന്ന് കുക്കായി കിട്ടാനായിട്ട്. മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.